ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കൊല്ലവർഷം 1200 ആണ്ട് മലയാള വർഷ ഫലമാണ്. ചിങ്ങമാസം മുതൽ ഒരു വർഷത്തെ ഫലം, അത് ഭരണി നക്ഷത്രക്കാരായിരിക്കുന്നവരുടെ ഫലമാണ് പറയുന്നത്. ഭരണി നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം 1200 ആണ്ടിൽ അത്യപൂർവമായ ഭാഗ്യാവസ്ഥകൾ വന്നു ചേരും. ദീർഘനാളുകളായിട്ട് പലതരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ച് കഷ്ടതകളിലും നഷ്ടങ്ങളിലും പെട്ടുകിടന്ന ഈ നക്ഷത്രക്കാർ പല വിധേനയും ജീവിതത്തിൽ ഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു, വിജയങ്ങൾ വന്നു ചേരാൻ പോകുന്നു, ഉയർച്ചകൾ വന്നു ചേരാൻ പോകുന്നു, ധനം വന്നു ചേരുവാൻ പോകുന്നു. അങ്ങനെയാണ് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് കാണുന്നത്. അതായത് ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിൻ്റെ അധിപനാണ് ഭരണി നക്ഷത്രക്കാർക്ക് വ്യാഴം. അത് ഈ കൊല്ലവർഷം 1200 ആണ്ട് ചിങ്ങമാസം മുതലുള്ള ഒരു വർഷം അത് ധനസ്ഥാനത്താണ് ആ വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. അതായത് ധനം എന്ന് പറയുമ്പോൾ തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുക, മേൽഗതി ഉണ്ടാകുക, ഐശ്വര്യങ്ങൾ ഉണ്ടാകുക. ഇതുവരെ ഒക്കെ പല കാര്യങ്ങളിലും ചെയ്ത് പരാജയപ്പെട്ട് നാശത്തിലും ക്ലേശത്തിലും ദുഃഖത്തിലും ദുരിതത്തിലും തകർച്ചയിലും കിടന്നവർ ആ തകർച്ചയിൽ നിന്നെല്ലാം കരുത്താർജിച്ച് ഈ ഒരു വർഷം കൊണ്ട് നല്ല ഒരു ഉയർന്ന ജീവിത നിലവാരത്തിലേക്ക് എത്തിപ്പെടുവാൻ ഈ ഗ്രഹങ്ങളുടെ സ്ഥിതി കൊണ്ട് സാധിക്കും. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കും. കൂടാതെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കും. അത് ഏത് കാര്യമായാലും ഒരു ഗൃഹം വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് ഒരു ഗൃഹം വന്നു ചേരുന്നതിനോ, ഉള്ള ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ, ഒരു വാഹനം വന്നു ചേരുന്നതിനോ, അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുമൊക്കെ ഭാഗ്യമുള്ള ഒരു വർഷമാണ്. സ്വന്തമായിട്ട് ഒരു ജോലിയൊന്നുമില്ലാതെ വീടുണ്ട്, ഭൂമിയുണ്ട്, കുടുംബമൊക്കെ ഉണ്ട്, ഒരു തൊഴിലില്ലാത്തതിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവർക്ക്, ദീർഘനാളുകളായിട്ട് തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക്, അത് പുരുഷന്മാർ മാത്രമായിരിക്കണമെന്നില്ല, സ്ത്രീകളായിരിക്കുന്നവർ, മധ്യവയസ്കരായിരിക്കുന്നവർ, യുവതികളായിരിക്കുന്നവർ ഒക്കെ ഒരു തൊഴിൽ ലഭിക്കുന്നതിനുള്ള ഭാഗ്യം ഈ ഭരണി നക്ഷത്രക്കാർക്ക് ഈ കൊല്ലവർഷം 1200 സാധിക്കും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുക, സ്വന്തം നിലയ്ക്ക് അവരവരാ കഴിയാവുന്ന മുതൽ മുടക്കി ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങി വലിയ വലിയ സംരംഭങ്ങളായി വളർന്നു നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ പല പ്രസ്ഥാനങ്ങളും. അതുപോലെ ഈ ഭരണി നക്ഷത്രക്കാർക്ക് പുതിയ ഒരു തൊഴിൽ ചെയ്ത് അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ജോലി കിട്ടിയിട്ട് ഗവൺമെൻറ്റോ തത്തുല്യ പദവിയോടുകൂടിയ പ്രൈവറ്റ് ജോലിയോ വിദേശ ജോലിയോ ഒക്കെ ലഭിക്കുന്നതിനുള്ള യോഗമുള്ള വർഷമാണ്. അത് കാർഷിക മേഖലയിലുള്ളവരായാലും വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരായാലും ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയായാലും ഒരു ഹോം നേഴ്സ് ആയാലും ഒക്കെ അവർക്ക് വിജയങ്ങൾ വന്നിച്ച്. അതുപോലെ തന്നെയാണ് മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർ. മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്ന നിരവധി അനവധി തൊഴിലുകളുണ്ട്. ഡോക്ടേഴ്സ്, നേഴ്സുമാർ മാത്രമല്ല, ഒരു അറ്റൻഡർ മുതൽ മേലോട്ട് ചിന്തിക്കുമ്പോൾ വിജയങ്ങൾ വന്നിച്ച്. IT മേഖലകളിലും അങ്ങനെ തന്നെയാണ്. IT മേഖലകളിൽ ഈ വർഷം പുതിയ പുതിയ ഒട്ടനവധി തൊഴിൽ സാധ്യതകളൊക്കെ വർദ്ധിക്കുക വഴി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക്, ഉത്സാഹിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും നല്ല സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനും യോഗമുണ്ട്. രാഷ്ട്രീയ രംഗത്തും പൊതുകാര്യ രംഗത്തും ഒക്കെ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല കാര്യം. ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർക്കും നല്ലതാണ്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലായാലും അധ്യാപന ഡിപ്പാർട്ട്മെൻറ്റിലായാലും മറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, സെക്യൂരിറ്റി വിഭാഗത്തിൽ, മിലിറ്ററി ഓഫീസേഴ്സായിട്ടുള്ള മിലിറ്ററി ജോലി ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല നല്ല ഓഫറുകൾ വന്നു ചേരുകയും നല്ല വിജയങ്ങൾ വന്നു ചേരുകയും ഒക്കെ വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കും. മറ്റ് അധിക കടങ്ങളൊന്നും മറ്റുള്ളവരെ സഹായിക്കുവാൻ ചെന്ന് വലിയ നാശത്തിലൊന്നും പെടാതെ നോക്കുകയും വേണം. അതായത് കടം വാങ്ങുക, ചില ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട്, കടം കൊടുക്കുകയും ചെയ്യും മറ്റുള്ളവരെ സഹായിക്കാനായിട്ട്. അത് വലിയ വലിയ തുകകളാണെങ്കിൽ കിട്ടിയില്ല എങ്കിൽ പിന്നെ അത് ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ, അത് വളരെ ജാഗ്രത പാലിക്കുക. അതുപോലെ തന്നെയാണ്
മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജാമ്യം നിൽക്കുക, ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുക, വലിയ വലിയ കോൺട്രാക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ അതിൻ്റെ നിയമവശങ്ങൾ കൂടി നോക്കിയിട്ട് മാത്രമേ ഒപ്പുവയ്ക്കാവൂ. അതുപോലെ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നിച്ചേരും. വിദ്യാഭാവത്തിൽ പ്രബല ഗ്രഹങ്ങൾ ഇഷ്ടഭാവത്തിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. വ്യാഴത്തിൻ്റെയൊക്കെ അനുഗ്രഹമുള്ള സമയമാണ്. പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തായാലും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിലായാലും പഠിച്ച വിദ്യയ്ക്കനുസരിച്ചൊരു തൊഴിൽ ലഭിക്കുവാൻ ഉറപ്പായിട്ടും ഭാഗ്യമുള്ള ഒരു വർഷം ഭരണി നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നു. അതുപോലെ പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകുവാൻ യോഗമുണ്ട്. അത് ഏത് പ്രായക്കാർക്കായാലും. അതുപോലെ തന്നെ പ്രധാനമാണ് വിവാഹ ജീവിതം. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനാകും. ദാമ്പത്യ ഭാവത്തിൻ്റെ അധിപനും കാരകനും കൂടിയായ ശുക്രൻ്റെ ഇഷ്ടഭാവ സ്ഥിതി കൊണ്ടും സ്വക്ഷേത്ര സ്ഥിതി കൊണ്ടും ഉച്ചക്ഷേത്രത്തിലുമൊക്കെ സഞ്ചരിക്കുന്ന ഈ വർഷം ദൈവാനുഗ്രഹം കൂടി ഉള്ളതിനാലും ഭാഗ്യം തുണയായിട്ട് ഉള്ളതിനാലും കുടുംബജീവിതം ഐശ്വര്യപൂർണമായിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദമ്പതികളായിട്ടുള്ളവർക്ക് അത് പറഞ്ഞ് പരിഹരിക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരുക. കിട്ടിയ നല്ല ഒരു കുടുംബജീവിതം നമ്മൾ നഷ്ടപ്പെടുത്തുവാൻ പാടില്ല. അതായത് ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മംഗളകാര്യങ്ങൾ പങ്കെടുക്കുന്നതിനും സൽക്കാരങ്ങളിൽ പങ്കാളി ആകുന്നതിനും പങ്കെടുക്കുകയൊക്കെ ചെയ്യേണ്ട സമയങ്ങളിൽ പരസ്പരം പോരടിച്ച് വഴക്കടിച്ച് കോടതി കയറി പോലീസ് സ്റ്റേഷൻ കയറി നാണം കെട്ട് പോകാതെ ഏതെങ്കിലും തരത്തിലൊക്കെ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി പരസ്പരം അഭിപ്രായ ഐക്യത്തോടുകൂടി മുമ്പോട്ട് പോകുവാൻ ഭരണി നക്ഷത്രക്കാർക്ക് സന്തോഷകരമായ ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുന്നതിന് ഭാഗ്യവും ദൈവാധീനവുമുള്ള ഒരു വർഷമാണ്. അധിക കടങ്ങളൊന്നും വന്നു ചേരുവാൻ സൂചനയില്ല. നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരും അത് വിട്ടുപോകുന്നതിന് സൂചനയുണ്ട്. സഹോദര സ്ഥാനികർ മുഖാന്തരമോ സുഹൃത്തുക്കൾ മുഖാന്തരമോ ചില അധിക ചിലവുകൾ വന്നു ചേരുകയോ ചിലർ ശത്രുക്കളാകുകയോ ഒക്കെ ചെയ്യുക. അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. കൊള്ളുകയില്ലാത്ത ആൾക്കാരെ സുഹൃത്തുക്കളായിട്ട് കൂടെ കൂട്ടുവാൻ പാടില്ല. അകലം പാലിക്കേണ്ടിടത്ത് അകലം പാലിക്കുക തന്നെ വേണം. വിദേശത്തായിരിക്കുന്നവർക്കും വളരെ നല്ല ഒരു കാലമാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ വിഷയവും കൂടി ചേർത്ത് കമൻറ്റ് ചെയ്യുക. ആ വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, നന്നായി വരും. അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരിക. അത് ഫോൺ വിളിച്ച് വിവാഹ തടസ്സമായാലും പൊരുത്തം നോക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.